ഈ സ്നോയിൽ നടക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 2 ഷൂവിൻ്റെ അകത്തേക്കും ഈ സ്നോ അല്ലെങ്കിൽ മഞ്ഞ് കയറി. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാന ഐസ് നമ്മുടെ കാലിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ നമുക്ക് ഫ്രോസ്റ്റ് ബൈറ്റ് വരാൻ സാധ്യതയുണ്ട്. നടത്തം ആരംഭിച്ച് 1 മണിക്കൂർ കഴിഞ്ഞാൽ എല്ലായിടത്തും ബോർഡുകൾ വെച്ചേക്കാം, ലാൻഡ് സ്ലൈഡ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ബോർഡുകൾ വെച്ചേക്കാം. അപ്പോൾ എനിക്ക് പേടി മോളിൽ നിന്ന് വല്ല മഞ്ഞിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ പാറയുടെ കഷ്ണം വന്ന് എൻ്റെ മേത്ത് വന്ന് തട്ടു, മോളിൽ നിന്ന് ഇത്രയും ടോപ്പിൽ നിന്ന് വന്ന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗാധമായിട്ടുള്ള താഴ്ചയാണ്. പരന്ന ഒരു സ്ഥലത്തിൽ കൂടെ നടന്നിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മളൊരു ഒരു എൻഡിലെത്തുമ്പോൾ ചെരിഞ്ഞൊരു ഭാഗത്തേക്ക് നമ്മൾ കിടക്കും. നല്ല ചെരിഞ്ഞൊരു കുത്തനെയാണ് അത്. നമ്മളിവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമ്മളൊരു വലിയൊരു അഗാധ ഗർത്തത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മനാങ്ങിൽ നിന്ന് അക്ലമറ്റൈസേഷൻ കഴിഞ്ഞ് നമ്മളിനി മനാങ്ങിൽ നിന്ന് ഗാൻസാഗറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഗാൻസാഗറിലേക്ക് നമ്മൾ അന്ന് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തില്ല. ഗാൻസാഗർ കഴിഞ്ഞ് ഞങ്ങൾ ശ്രീഗർഗ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്റ്റേ ചെയ്തത്. ഈ ഗാൻസാഗറിൽ ഞങ്ങൾ ചെന്നപ്പോഴുള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു. ചെറിയ ലാൻഡ് സ്ലൈഡ് വന്നതുകൊണ്ട് അവിടെ റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല. എന്നുവെച്ചാൽ അവിടെ എല്ലാ ട്രക്കേഴ്സും വേറെ റൂട്ട് ഞങ്ങൾക്ക് എടുക്കേണ്ടി വന്നു. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഗാൻസാഗർ പോകുന്ന വഴി തന്നെ അതിൻ്റെ വേറൊരു എതിർദിശയിലുള്ള വേറെ വഴി ഞങ്ങളുടെ കമ്പനിയുടെ ആൾ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞത് നമ്മൾ ഈ അന്നപൂർണ്ണ സർക്യൂട്ട് ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്ക് പോകരുത്. ഒറ്റയ്ക്ക് പോയി ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നാൽ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് ഒറ്റയ്ക്ക് അത് പറ്റില്ല. അതാണ് കമ്പനിയുടെ സപ്പോർട്ടുള്ളതുകൊണ്ട് നമ്മൾ അടുത്ത വഴി എടുത്തു. അല്ലെങ്കിൽ വേറെ നമ്മൾ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വഴി ചോദിക്കാനൊന്നും ഈ പോകുന്ന വഴിയിൽ ആരുമില്ല. അതൊരു ഡേഞ്ചർ സോണാണ്. അതിന് വഴിതെറ്റി പോയിട്ട് ആൾക്കാർ മരിക്കുകയോ ഇഞ്ചുറിയൊക്കെ പറ്റാനുള്ള സാധ്യത വരുന്നതിൻ്റെ കാരണം. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് 3700 മീറ്ററാണ്. നമുക്ക് ഏകദേശം 5 മണിക്കൂർ നടക്കണം. അപ്പോൾ ഗാൻസാഗറിലേക്ക് നമ്മുടെ വഴി മോശമായതുകൊണ്ടും ലാൻഡ് സ്ലൈഡ് ഉണ്ടായതുകൊണ്ടും ഞങ്ങൾ വേറെ റൂട്ട് എടുത്തിട്ട് ഞങ്ങൾ ശ്രീഗർഗ ഈ പോകുന്ന വഴിയിൽ നമ്മൾ ഗാൻസാഗറിൽ തന്നെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഹാങ് ബ്രിഡ്ജ് നമ്മൾ കടക്കേണ്ടതുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു തൂക്കുപാലാണ്. ശരിക്കും എനിക്ക് എന്നെ പേടിപ്പിച്ച് കളഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുറത്ത് ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ കാറ്റ് കുറവാണെങ്കിൽ നമ്മൾ ഇത്രയും ലോങ് ആയതുകൊണ്ട് ഇതിങ്ങനെ കിടന്ന് ആടുകയാണ്. അപ്പോൾ നമുക്ക് അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗാധമായിട്ടുള്ള താഴ്ചയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിയിലേക്ക് നോക്കിയാൽ നമുക്ക് തലചുറ്റും. അടിയിലേക്ക് നോക്കരുത്. നമ്മുടെ കമ്പനിയുടെ ആൾ പറഞ്ഞു ജോബിന് ഒരിക്കലും താഴേക്ക് നോക്കരുത്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ടല്ല കേട്ടോ, നമുക്ക് തല ചുറ്റി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാം, പ്രശ്നമൊന്നുമില്ല, നമ്മൾ വീഴൊന്നുമില്ല. നമ്മൾ അന്നപൂർണ്ണ സർക്യൂട്ടിലെ എല്ലാ തൂക്കുപാലങ്ങളും സേഫാണ് കേട്ടോ. നമ്മൾ പൊട്ടി വീഴുന്നൊന്നും പേടിക്കേണ്ട. അത്യാവശ്യം നല്ല സേഫ്റ്റിയിലാണ് അത് ഉണ്ടാക്കിയത്. ഞാൻ കണ്ടത് മരത്തിൻ്റെ മാത്രമാണ് കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നത്. പക്ഷേ അതും നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ്. പക്ഷേ ഇതിങ്ങനെ ആടുമ്പോൾ നമുക്കൊരു പേടി വന്നപ്പോൾ താഴത്തേക്ക് നോക്കി. പക്ഷേ ഞാൻ കുറച്ച് മുന്നോട്ട് പോയി നടന്നു വന്നാലും ആ സമയത്ത് കുറച്ച് കാറ്റ് വന്നപ്പോൾ എനിക്ക് കുറച്ച് പേടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ നടന്ന് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തു. അത് ഗാൻസാഗറിൻ്റെ ഒരു സൈഡിലുള്ള പോകുന്ന വഴിയുള്ള ബ്രിഡ്ജാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗാൻസാഗറിൽ നമ്മൾ താമസിക്കേണ്ടതിൻ്റെ കാരണം? വേണമെങ്കിൽ താമസിക്കായിരുന്നു. എന്നോട് പറഞ്ഞു ജോബിന് പറ്റുന്നില്ല, നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ശ്രീഗർഗ് വരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ള ട്രക്കിങ് നമുക്ക് ഈസിയാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഗാൻസാഗറിൽ സ്റ്റേ ചെയ്യേണ്ട, എന്തായാലും ലാൻഡ് സ്ലൈഡാണ്. പിന്നെ അവിടെ ടീ ഹൗസുകൾ ഇനി എങ്ങനെയാണ് പ്രവർത്തനമാണോ എന്ന് അറിയില്ല. ലാൻഡ് സ്ലൈഡ് ആയതുകൊണ്ട് അവരിനി ക്ലോസ് ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഗാൻസാഗർ വേറെ ചെറിയൊരു നേരോ റൂട്ട് എടുത്ത് ഞങ്ങൾ കട്ട് ചെയ്ത് ഞങ്ങൾ ശ്രീഗർഗിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ പിന്നെ നല്ല കുത്തനെ കയറ്റാണ്. ഈ ഗാൻസാഗർ കഴിഞ്ഞാൽ ശ്രീഗർഗ നിൽക്കുന്നത്, ശ്രീഗർഗ എന്ന് പറഞ്ഞ ഭാഗം നിൽക്കുന്നത് വലിയൊരു മൗണ്ടൻ്റെ മുകളിൽ അതിൻ്റെ തുമ്പത്താണ്. ഏറ്റവും ടോപ്പിൽ ചെറിയൊരു എന്താ പറയുക, ഈ കിളികളുടെ കൂട് പോലെ ഒരു സ്ഥലത്താണ് ഈ ടീ ഹൗസ് നിർമ്മിച്ച് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 6 to 7 മണിക്കൂർ നടന്ന് നമ്മൾ ശ്രീഗർഗ ടീ ഹൗസിൽ എത്തിച്ചേർന്നു കേട്ടോ. അവിടെ ഒരു ഉച്ച സമയത്താണ് എത്തിയത്. വന്നു, ഭക്ഷണം കഴിച്ചു. അപ്പോൾ ടീ ഹൗസിൽ നമ്മൾ ഭക്ഷണം ഞാൻ ഓൾറെഡി പറഞ്ഞു, വെജും നോൺ വെജാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ വെജാണ് കഴിച്ചത്. സൂപ്പാണ്, വെജിറ്റബിൾസ് ഒരു സൂപ്പാണ് കഴിച്ചത്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ റൂമിലേക്ക് പോയി കുറച്ച് നേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം അവിടെ തൊട്ടടുത്ത് തന്നെ കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെ സൈഡ് ഭാഗത്തൊരു ചെറിയൊരു മൊണാസ്ട്രി ഉണ്ട് കേട്ടോ. വലിയ മൊണാസ്ട്രി അല്ല, ചെറിയൊരു ഇതുണ്ട്. അത് കുറച്ച് മൗണ്ടൻ്റെ മുകളിലേക്ക് പോയിട്ടാണ്. കുറച്ച് ആ സൈഡിൽ കൂടെ പോയിട്ട് കുറച്ച് മുന്നോട്ട് പോകണം. നമുക്ക് അധികം ദൂരം പോകാൻ പറ്റില്ല. വെച്ചാൽ അവിടുന്ന് പിന്നെ ലാൻഡ് സ്ലൈഡ് ഏരിയാസാണ്. അപ്പോൾ ഈ സൈഡിൽ തന്നെ ചെറിയൊരു മൊണാസ്ട്രി ഉണ്ട്. വലിയ മൊണാസ്ട്രി അല്ല കേട്ടോ, ചെറുതാണ്. അത് പോയി കണ്ടു. അതിനുശേഷം അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഗാൻസാഗറിൻ്റെ താഴെയുള്ള ഭാഗങ്ങളും അവിടെ ചെറിയ ചെറിയ ടീ ഹൗസുകളും പിന്നെ ഈ യാക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും. യാക്കുകളൊക്കെ ഈ മലയുടെ ചെരുവിലൊക്കെ ഇങ്ങനെ മേഞ്ഞ് നിൽക്കണ കാണാൻ പറ്റും. പിന്നെ വലിയ പർവ്വതങ്ങൾ, വലിയ മൗണ്ടൻസും മഞ്ഞുമലകളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാം കേട്ടോ. ഇവിടെ നിന്നുള്ള കാഴ്ച നമുക്കിനി ഈ ശ്രീഗർഗയുടെ മുകളിൽ നിന്ന് നമ്മൾ ഈ തിരുവച്ച ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന വഴി നമുക്ക് ഈ ദൂരെ നിന്ന് കാണാനുള്ള നല്ലൊരു ബ്യൂട്ടിയാണ് കേട്ടോ കാണാനായിട്ട്. ഒരു ചെരിഞ്ഞ പ്രദേശമാണ് ആ ഭാഗം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുന്നേ തന്നെ ഓൾറെഡി ഇത് വലിയൊരു മൗണ്ടൻ്റെ മുകളിലാണ് ഈ ശ്രീഗർഗ നിൽക്കുന്നത് കേട്ടോ.
അപ്പോൾ നമ്മൾ ഇനി ശ്രീഗർഗിൽ നിന്ന് തിലോച്ച ബേസ് ക്യാമ്പിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ തിലോച്ച ബേസ് ക്യാമ്പിലേക്ക് പോകാൻ നമ്മൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി മുന്നേ ഞാൻ പറഞ്ഞിരുന്നു അന്നപൂർണ്ണ സർക്യൂട്ട് ട്രക്ക് വിത്ത് തിലോച്ച ലേക്കാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ഈ തിലോച്ച ലേക്ക് കാണാൻ വേണ്ടിയിട്ട് തിലോച്ച ബേസ് ക്യാമ്പിലേക്കാണ് നമ്മൾ ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ശ്രീഗർഗയിൽ നിന്ന് തിലോച്ച ബേസ് ക്യാമ്പിലേക്ക് എത്താനുള്ള ദൂരം എന്ന് വെച്ചാൽ ആ വഴി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണേ വളരെ ലോകത്തിൽ തന്നെ ഏറ്റവും ലാൻഡ് സ്ലൈഡ് കൂടിയ ഏരിയയും പിന്നെ സ്നോ കണ്ടമാനം ഈ റോഡ് പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ധാരാളം കാണാൻ സാധ്യതയുണ്ട് നമുക്ക്. എന്താ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ നടത്തം ആരംഭിച്ച് 1 മണിക്കൂർ കഴിഞ്ഞാൽ എല്ലായിടത്തും ബോർഡുകൾ വെച്ചേക്കാം, ലാൻഡ് സ്ലൈഡ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ബോർഡുകൾ വെച്ചേക്കാം. പരന്ന ഒരു സ്ഥലത്ത് കൂടെ നടന്നിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മളൊരു ഒരു എൻഡിലെത്തുമ്പോൾ ചെരിഞ്ഞൊരു ഭാഗത്തേക്ക് നമ്മൾ കിടക്കും. നല്ല ചെരിഞ്ഞ കുത്തനെയാണ് അത്. നമ്മളിങ്ങനെ നിരങ്ങി പോയി കഴിഞ്ഞാൽ നമ്മളൊരു വലിയൊരു അഗാധ ഗർത്തത്തിലേക്ക് പോകും അത്രയും. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ലാൻഡ് സ്ലൈഡ് വല്ല മലയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാറ കഷ്ണം പൊട്ടി നമ്മുടെ മേത്ത് വന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് തട്ടി താഴത്തേക്ക് പോകും. അത്രയും ഡേഞ്ചർ. ഇപ്പം നമ്മൾ ഈ അന്നപൂർണ്ണ സർക്യൂട്ടിൽ മൊത്തത്തിലെടുത്ത ഏറ്റവും ഡേഞ്ചറുള്ള സ്ഥലം ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രീഗർഗ ടു തിലോച്ച ബേസ് ക്യാമ്പ് അല്ലെങ്കിൽ നമ്മുടെ ഗാൻസാഗർ ടു തിലോച്ച ബേസ്. നമ്മൾ ഈ 2 റൂട്ടും ഒരേ റൂട്ടാണ്. ഈ ഗാൻസാഗർ വഴി ശ്രീഗർഗ ടു തിലോച്ച ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ടഫാണ് നടക്കാനായിട്ട്. കണ്ടമാനം ദൂരമുണ്ട്. നമുക്ക് ഏകദേശം ഒരു 4200 മീറ്ററിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കാലത്ത് നടത്താൻ ആരംഭിച്ച് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ ലാൻഡ് സ്ലൈഡ് ഏരിയാസിൽ നമുക്ക് ഈ ആ ഒരു സ്ഥലത്ത് ഒരു പോയിന്റിൽ നമ്മൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു കല്ല് അവിടെ നിന്ന് വന്നാൽ നമ്മൾ കറക്റ്റ് നമ്മൾ പോകുന്നു. ഇപ്പം ഞങ്ങൾ പോകുന്ന സമയത്ത് വലിയൊരു ചെറുതും വലുതായിട്ട് 2-3 പാറകഷ്ണം മുകളിൽ നിന്ന് ഉരുണ്ട് താഴ്ത്തിക്കണം. അപ്പം എൻ്റെ കൂടെയുള്ള കമ്പനി സ്റ്റാഫ് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം എനിക്കത് കണ്ടപ്പോൾ കുറച്ച് പേടി തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേത്ത് തട്ടി നമ്മൾ താഴ്ത്തിക്ക് പോകും. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് എടുത്ത് പിന്നെയും നടത്താൻ ആരംഭിച്ചു കേട്ടോ. അപ്പോൾ ഈ ഏരിയയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്ലോപ്പ് വളരെ ചെരിഞ്ഞ പ്രദേശമാണ്. ഈ ലാൻഡ് സ്ലൈഡ് കൂടുതൽ നമുക്ക് എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. പിന്നെയും ചില സ്ഥലങ്ങളിൽ മഞ്ഞുണ്ട്, ചില സ്ഥലത്ത് മഞ്ഞില്ല. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ചവിട്ടിയിട്ട് നടക്കുമ്പോൾ തെന്നി നമ്മൾ താഴത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നല്ലൊരു ട്രക്കിംഗ് ഷൂ അല്ലെങ്കിൽ നമ്മൾ സ്ലിപ്പറി വന്ന് നമ്മൾ തെന്നി താഴ്ത്തിക്കും. അപ്പം എന്നോട് ഇടയ്ക്ക് നമ്മുടെ കൂടെയുള്ള ആൾ ചോദിക്കും ജോബിന് ഓക്കെയാണോ എന്ന് വെച്ചാൽ നമ്മൾ നടക്കുമ്പോൾ കുറച്ച് പേടി തോന്നുന്നു വെച്ചാൽ നമുക്ക് അടിയിലേക്ക് നോക്കാനും പറ്റില്ല, അന്ന് മുകളിലേക്ക് നോക്കാനും പറ്റില്ല. ഈ എന്നെ നോക്കുന്ന ആൾ എൻ്റെ ബാക്കിലുള്ള ആളാണ് മുകളിൽ കല്ല് വരുന്നുണ്ടോ അടിയിലത്തെ കുഴപ്പം മുന്നിലത്തെ കാര്യം. പക്ഷേ ഈ ഒരു ലോങ് റൂട്ടിൽ ആരുമില്ല. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഹാർഡാണ്. പതുക്കെ നമ്മൾ നോർമൽ ഇത്ര ദിവസം നടന്നു വന്ന പോലെയല്ല പിന്നെ നടക്കുന്നത്. വളരെ സ്ലോ ആയിട്ടുള്ള പോകണം. പക്ഷേ സ്പീഡിൽ നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ വരുമെന്ന് പേടിച്ചിട്ടാണ്. ഞങ്ങൾ കുറേ ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തു, കുറേ റെസ്റ്റ് ചെയ്തു. ഫുള്ള് ഡ്രൈ ആണ്. ഡ്രൈ എന്ന് പറഞ്ഞാൽ പാറകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നല്ല എന്താ പറയുക കടുപ്പം ഏറിയ പാറകൾ, നല്ല തിക്കായിട്ടും നല്ല കൂർത്ത പാറകളൊക്കെ കാണാൻ പറ്റി. പിന്നെ സ്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഞ്ഞുകട്ട കുറച്ചുണ്ട് കുറച്ചില്ല, അങ്ങനെ കുറേ ചില സ്ഥലങ്ങളിൽ ചിലത് സ്ലിപ്പറി വരാൻ സാധനം. അപ്പോൾ നമ്മൾ കുറേ നടന്ന് നമ്മൾ മുന്നോട്ട് നടന്ന് കുറച്ച് ഞങ്ങൾ ഈ ലാൻഡ് സ്ലൈഡ് ഏരിയ ഞങ്ങൾ കവർ ചെയ്ത് പോയി. അപ്പോൾ എനിക്ക് സമാധാനമായി. പിന്നെ നമ്മൾ കാണുന്നത് നമ്മൾ ഈ ഒരു പോയിന്റിൽ ഏകദേശം എനിക്കൊരു 4 to 5 hours ഒക്കെ കഴിയുമ്പോൾ നമുക്ക് അങ്ങേ അറ്റത്ത് തിലോച്ച ബേസ് ക്യാമ്പ് കാണാൻ പറ്റും. അതിനു മുന്നേ നമുക്കൊരു ചെറിയൊരു മൊണാസ്ട്രി അവിടെ നമുക്ക് കാണാൻ പറ്റും ഈ പോകുന്ന വഴിയിൽ തന്നെ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് കയറി പിന്നെയും നമ്മൾ കുറച്ചും കൂടി നടക്കണം. കുറച്ച് അവിടെ നിന്ന് ഒരു ലെഫ്റ്റ് എടുത്ത് പോയാൽ മാത്രമാണ് ഈ മൊണാസ്ട്രിയിലേക്ക് എത്താൻ. ചെറിയ മൊണാസ്ട്രി കേട്ടോ. ഇവിടെയൊക്കെ ചെറുതാണ്, വലിയ മൊണാസ്ട്രികൾ ഒരു സ്ഥലത്തുമില്ല, ഒക്കെ ഒരു മീഡിയം മൊണാസ്ട്രി. പിന്നെ ഈ പോകുന്ന വഴിയിൽ വേറൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ മ്യൂൾസ് പോകുന്നുണ്ട്. അവർ ഈ ബാഗേജ് ഇട്ടിട്ടും പിന്നെ തിലോച്ച ബേസ് ക്യാമ്പിലുള്ള ആൾക്കാർക്ക് ഉള്ള സാധനങ്ങൾ, മറ്റ് അവരുടെ വസ്ത്രങ്ങൾ, ഭക്ഷണത്തിന് തയ്യാറാക്കുന്ന സാധനങ്ങളൊക്കെ ചുവന്നിങ്ങനെ പോകുന്നുണ്ട്. അവർ ഈ ചെറിയ വഴിക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പോകുമ്പോൾ ഇവർ വന്ന് ഈ മ്യൂൾസ് നമ്മുടെ അടുത്തേക്ക് പോയി നമ്മൾ അപ്പം തന്നെ സൈഡ് കൊടുത്തില്ലെങ്കിൽ നമ്മളെ ഇടിച്ചിടും. അപ്പോൾ അതിങ്ങനെ പോകുന്നൊരു നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. നല്ലൊരു കാഴ്ചയാണ്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് ഞങ്ങൾ തിലോച്ച ബേസ് ക്യാമ്പിൽ എത്തുന്ന കാഴ്ച അതിശക്തമായിട്ടുള്ള സ്നോഫോളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. എന്ന് വെച്ചാൽ അത്ര ദിവസം വരെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് ഞാൻ പറഞ്ഞത് ആൾട്ടിറ്റ്യൂഡിലേക്ക് കയറും തോറും നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവും. നമുക്ക് എന്താ പറയുക സ്നോഫോൾ വരും, ആൾട്ടിറ്റ്യൂഡ് നമുക്ക് AMS ഒക്കെ വരാൻ സാധ്യത. പക്ഷേ സ്നോഫോൾ കണ്ടോടെ എനിക്ക് ഹാപ്പി ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചോ കാശ് മുതലായി എന്ന് വിചാരിച്ചു. അത്രയും ഹാപ്പി ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെന്ന് കയറണം. ഞങ്ങൾ നടന്ന് ആ തിലോച്ച ബേസ് ക്യാമ്പിൻ്റെ കവാടം കടന്ന് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി. ഒരു 1/2 കിലോമീറ്റർ നടന്ന തിലോച്ച ബേസ് ക്യാമ്പാണ്. അപ്പോൾ സ്നോഫോൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ നേരിട്ട് തിലോച്ച ബേസ് ക്യാമ്പിൽ ചെന്നു. ഞങ്ങൾ അവിടെ ചെന്ന് റെസ്റ്റ് എടുത്തു, ഭക്ഷണം കഴിച്ചു, അന്ന് അവിടെ സ്റ്റേ ചെയ്തു. അപ്പോൾ അന്ന് രാത്രി എനിക്ക് തോന്നുന്നത് ഒരു -25 വരെ തണുപ്പ് വന്നു. വെച്ച് കഴിഞ്ഞാൽ ഈ സ്നോഫോളും ഓൾറെഡി അവിടെയുള്ള തണുപ്പ് അതിശക്തമായിട്ടുള്ള തണുപ്പ് വന്നു. അപ്പം ഞാൻ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുടക്കം തൊട്ട് തന്നെ മിക്ക ആൾക്കാരും ഈ ട്രക്കിംഗ് ട്രെയിൽസിൽ തെർമൽസ്
ഈ ചൂടുള്ള സമയത്ത് തെർമൽസ് ഇടില്ല. തെർമൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ആദ്യം ഇടുന്ന ടോപ്പും ബോട്ടും അതായിരുന്നു. ഞാൻ തുടക്കം ചെയ്തിട്ട് ഇട്ടിരുന്നു. ഈ തണുപ്പ് ചെസ്റ്റിലേക്ക് വരാതിരിക്കാനും നമുക്ക് ത്രോട്ടിൻ്റെ മുഖവും കഴുത്തിൻ്റെ ഭാഗം ഞാൻ കവർ ചെയ്തിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ പ്രശ്നം ഈ തണുപ്പിൻ്റെ ഫീൽ ചെയ്തില്ല. പിന്നെ ഞാൻ അവിടെ ഉള്ള ബ്ലാങ്കറ്റ് അല്ലാതെ സ്ലീപ്പിംഗ് ബാഗും ഇട്ടിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം സ്ലീപ്പിംഗ് ബാഗിൽ കയറി കിടന്നിട്ട് പിന്നെ ബ്ലാങ്കറ്റ് മുകളിലിട്ട് ഓടി. എനിക്ക് തണുപ്പ് ഓക്കെ ആയിരുന്നു. എൻ്റെ കൂടെ കമ്പനിയുടെ ആൾ വന്ന് ചോദിച്ചു, ജോബിന് ഓക്കെയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും തണുപ്പല്ലേ രാത്രി. അപ്പം അന്ന് അവിടെ കിടന്നുറങ്ങി. ഇനി നമ്മൾ കാലത്ത് നമ്മൾ ഏർലി മോർണിംഗ് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് തിലോച്ച ലേക്കിലേക്ക് പോകാൻ, 4919 മീറ്ററിലേക്ക്. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അപ്പോൾ നമ്മൾ തിലോച്ച ബേസ് ക്യാമ്പിൽ അന്ന് രാത്രി കിടന്നുറങ്ങി. നമ്മൾ പിറ്റേ ദിവസം കാലത്ത് നമ്മൾ ഏർലി മോർണിംഗ് ഒരു 4 മണി 4:30 സമയത്ത് എണീക്കണം. നമ്മുടെ കമ്പനിയുടെ ആൾ വന്ന് എന്നെ വിളിച്ചു. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വേഗം പാക്ക് ചെയ്ത് വേഗം ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് നമ്മുടെ അന്നപൂർണ്ണ സർക്യൂട്ടിലെ ഏറ്റവും ദുർഘടമായിട്ടുള്ള ഒരു ട്രക്കിംഗ് വരുന്നത്. വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 6 മണിക്കൂറോളം വലിയൊരു മലയുടെ മുകളിൽ, അത് മഞ്ഞുമലയാണ്, ഏകദേശം നമ്മുടെ മുട്ടിന് വരെ നമുക്ക് സ്നോ ഉണ്ട്. അതിൽ ചവിട്ടി വേണം നമുക്ക് മുകളിലേക്ക് കയറാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ അത്രയും ട്രക്കിംഗ് ഒന്നും ചെയ്തിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേദർഗണ്ഡ് ചെയ്തിരുന്ന ഇന്ത്യയിൽ അന്ന് ഇത്രയും സ്നോഫോൾ ഉണ്ടായിരുന്നില്ല. നല്ല ട്രക്കിംഗ് ഷൂ നമുക്ക് എന്തായാലും വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്കിംഗ് ഷൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് നമ്മൾ ക്രാംപോൺസും ഗേറ്റേഴ്സും ഉപയോഗിക്കേണ്ട ഒരു അവസരം വരുന്നത്. വെച്ച് കഴിഞ്ഞാൽ ക്രാംപോൺസും ഗേറ്റേഴ്സും നമുക്ക് ഇടാതെ നമുക്ക് ഗ്രിപ്പ് കിട്ടില്ല. അതുപോലെ മഞ്ഞ് നമ്മുടെ ഷൂവിൻ്റെ അകത്തേക്ക് കടക്കാതെയും ശ്രമിക്കും വേണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാലത്ത് എൻറ്റോ ഉടനെ തന്നെ നമ്മൾ ഗേറ്റേഴ്സും ക്രാംപോൺസും ഇട്ട് റെഡി ആയതിനു ശേഷം ഫുൾ നമ്മുടെ കൈയും മുഖവും എല്ലാം നമ്മൾ കവർ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. ഒരു -25 മേലെ വരെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന അത്ര പിന്നെ കാലത്ത് ഏർലി മോർണിംഗ് നിങ്ങൾക്ക് അറിയാലോ, തണുപ്പ് അത്രയും കൂടുതലുള്ള സ്ഥലം. അപ്പോൾ ഞങ്ങൾ ഏർലി മോർണിംഗ് കഴിഞ്ഞിട്ട് നടത്താൻ ആരംഭിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഒരു കയറ്റാണ്. ഈ കയറ്റത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നടന്നതിന് ശേഷം ഈ സ്നോഫോളിൻ്റെ ശക്തി കുറച്ച് കൂടി. ഈ ഗേറ്റേഴ്സും ക്രാംപോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗേറ്റേഴ്സ് നമ്മുടെ മുട്ടിന് താഴെ നമ്മളെ ഗേറ്റേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞ് നമ്മുടെ ഷൂവിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ കാലിൻ്റെ ഉള്ളിലേക്ക് വരാതിരിക്കാനായിട്ട് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അത് കെട്ടിയിട്ട് വേണം, കാലുമ നല്ല ബലമായിട്ട് കെട്ടി വെക്കണം. ക്രാംപോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷൂവിൻ്റെ അടിയിലാണ് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവറസ്റ്റ് ഒക്കെ കയറുന്ന ആൾക്കാരെ ഷൂ ശ്രദ്ധിച്ചറിയാം, അത് ഫുൾ ഒരു പാക്കാണ്. ആ ഷൂ എടുത്തിട്ട് കഴിഞ്ഞാൽ അടിയിൽ മുള്ള് പോലെ ഒരു സംഗതി കണ്ട. അതുപോലെ തന്നെ ക്രാംപോൺസ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കൂർത്ത മുനകളുള്ളതാണ്. നമ്മുടെ ഷൂവിൻ്റെ മുകളിൽ കൂടെ നമ്മൾ കയറ്റിയിടുകയാണ്. ഒരു റബ്ബറുമ്മയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഷൂമ്മ മുകളിൽ കയറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്നോയിൽ ചവിട്ടുമ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടും. ഇതിടാണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. നമുക്ക് കാല് മുന്നിലേക്ക് വെക്കാൻ പറ്റില്ല. ഇത് ആദ്യമേ തന്നെ ഇട്ട് തുടങ്ങണം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇട്ട് നടന്നു തുടങ്ങിയാലാണ് നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ സ്നോ കുറച്ച് ഷൂവിൻ്റെ ഉള്ളിലേക്ക് പോയതുകൊണ്ടും ഷൂവിൻ്റെ അകത്ത് സോക്സിൻ്റെ അകത്തേക്കൊക്കെ ആയപ്പോൾ നടക്കാനായിട്ട് കുറച്ച് തുടക്കത്തിൽ ബുദ്ധിമുട്ട് വന്നു. അപ്പോഴേക്കും ഈ സ്നോഫോൾ ഇങ്ങനെ കൂടി വന്നതുകൊണ്ടും ഏകദേശം മുട്ടിന് അത്രയായി. അപ്പോൾ നമുക്ക് മുന്നോട്ട് നടക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായപ്പോൾ എനിക്ക് കുറച്ച് പേടി തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ നടന്ന് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കുറച്ച് മുന്നോട്ട് നടന്ന് ഞങ്ങൾ പകുതി എത്തിയപ്പോൾ തന്നെ വലിയൊരു 2 മഞ്ഞുമലകളുടെ ഒരു ഇടയിലായിട്ട് ഞങ്ങൾ എത്തി. അവിടെ എത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തിലോച്ച ലേക്കിൻ്റെ ഏരിയയിൽ നമുക്ക് ടീ ഹൗസ് ഇല്ല. നമുക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് പ്രത്യേകിച്ച് പോയിന്റുകളൊന്നുമില്ല. ഫുള്ള് മഞ്ഞുമലകളാണ്. ഈ മഞ്ഞുമലകളുടെ ഇടയിലാണ് ഈ തിലോച്ച ലേക്ക് എന്ന് പറഞ്ഞാൽ വട്ടത്തിലെ ഒരു തടാകമാണ്. അത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പോയാൽ നല്ല സാധാരണ വെള്ളം നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു മാസങ്ങളിൽ ഒക്കെയാണ് സ്നോഫോളും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും സ്നോഫോൾ. മറ്റു മാസങ്ങളിൽ നമുക്ക് ഒരിക്കലും സാധാ വെള്ളം കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അതിന് എത്തുന്നതിന് നമുക്ക് എവിടെയും റെസ്റ്റ് എടുക്കുക ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്ഥലങ്ങളിലൊന്നും പറ്റില്ല. നമുക്ക് ചാരി നിൽക്കാൻ പറ്റില്ല. എല്ലായിടത്തും മഞ്ഞാണ്. അപ്പോൾ ഈ മഞ്ഞ് നമ്മൾ അധികം ചാരി നിന്ന് നമ്മുടെ ശരീരത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ട് വരും. ജാക്കറ്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ, അതിശക്തമായിട്ടുള്ള കാറ്റ്. ഈ കാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് ചേർന്ന കാറ്റാണ്. അപ്പോൾ ഈ കാറ്റടിക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമുക്ക് ബ്രീത്തിങ്ങും ചിലപ്പോൾ സെറ്റ് ആവില്ല. അപ്പോൾ നമുക്കൊരു സ്ഥലത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ പരിപാടിയില്ല, നടന്നുകൊണ്ടേയിരിക്കണം കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെ കുറേ ഒരു 6 hours നടന്നതിന് ശേഷം ഞങ്ങൾ തിലോച്ച ലേക്കിൻ്റെ അടുത്തെത്തി. തിലോച്ച ലേക്കിൻ്റെ അടുത്തെത്തിയ ശേഷം അവിടെ ഒരു ബോർഡുണ്ട്, തിലോച്ച ലേക്ക് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ 4919 മീറ്ററിലേക്കാണ് നമ്മൾ എത്തുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ എത്തിയിട്ട് നമ്മൾ
ഓൾറെഡി ഈ ഒരു ഹൈറ്റിൻ്റെ കാര്യം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും ഹൈറ്റിലേക്ക് പോയിട്ട് പിന്നെ താഴോട്ട് വരണം, എന്നിട്ടാണ് പിന്നെ നമ്മൾ തുറങ്കല പാസിലേക്ക് 5416 പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വലിയൊരു ഹൈറ്റിലേക്ക് പോയിട്ട് പിന്നെ ഡിസെൻഡ് ചെയ്ത് പിന്നെ വലിയ ഹൈറ്റ്, അത് എല്ലാവരും ബോഡിക്ക് അറ്റാച്ച്ഡ് ആവില്ല. അപ്പോൾ തിലച്ചലേക്കിലെത്തി ഞങ്ങൾ അവിടെ നിന്നു. പക്ഷേ ഈ അതിശക്തമായിട്ടുള്ള കാറ്റും തണുപ്പും സഹിക്കാൻ പറ്റാതെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു മണിക്കൂറൊക്കെ നിൽക്കാം പൊതുവേ. പക്ഷേ എൻ്റെ കൂടെയുള്ള ആൾ സമ്മതിച്ചില്ല. എനിക്ക് ആകെ 20 മിനിറ്റാണ് സമയം തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതിശക്തമായിട്ടുള്ള കാറ്റും ഈ മഞ്ഞുവീഴ്ചയും കാരണം ഞങ്ങൾ പെട്ടെന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നിന്ന് തടാകത്തിൻ്റെ കുറച്ച് ഇറങ്ങി നിന്ന് എനിക്ക് ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആൾ സമ്മതിച്ചില്ല ഈ പ്രശ്നങ്ങൾ കൊണ്ടും. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് വളരെ മോശമായിക്കൊണ്ടിരിക്കുക. പിന്നെ പ്രശ്നം വന്നത് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് എനിക്ക് പ്രശ്നം വന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കുത്തനെ ഇറക്കാണ്. നമുക്ക് പിന്നെ ഇറങ്ങുമ്പോൾ എന്ന് വെച്ചാൽ ഈ സ്നോയിൽ നടക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 2 ഷൂവിൻ്റെ അകത്തേക്കും ഈ സ്നോ അല്ലെങ്കിൽ മഞ്ഞ് കയറി. അപ്പോൾ എൻ്റെ കാല് പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാന ഐസ് നമ്മുടെ കാലിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ നമുക്ക് ഫ്രോസ്റ്റ് ബൈറ്റ് വരാൻ സാധ്യതയുണ്ട്. ഫ്രോസ്റ്റ് ബൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഭാഗത്ത് നിങ്ങൾ മുന്നേ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും, ആ ഭാഗം കരിഞ്ഞു പോകും, നമ്മളത് ഇങ്ങനെ ഒരു ബ്ലഡ് ക്ലോട്ടായി നമുക്കത് മുറിച്ച് കളയേണ്ടി വരും. അപ്പോൾ ആ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ മഞ്ഞ് കയറിയിട്ട് നമ്മുടെ അപ്പർ ബോഡി കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ ലോവർ ബോഡിയാണ് ഈ ഇഷ്യൂ വരുന്നത്. ഈ ഗേറ്റേഴ്സും ക്രാംബോൺസ് നമുക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ചെറുതായിട്ടൊക്കെ സ്നോ ഇതിൻ്റെ അകത്തേക്ക് കടന്ന് നമുക്ക് ഡിസ്കംഫർട്ട് വരും. പിന്നെ തെന്നി പോവും. നമുക്കിത് ഉള്ളിൽ നടക്കുമ്പോൾ നമ്മുടെ കാല് തെന്നി. അപ്പം നടക്കാമെന്ന് പറഞ്ഞാൽ തിരിച്ചിറങ്ങാന്ന് പറഞ്ഞാൽ അതിദുഷ്കര. അത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ, അവരത് ചിലപ്പോൾ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകും. പക്ഷെ എന്നെ അപേക്ഷിച്ച് ഇങ്ങനത്തെ ഒരു ആദ്യമായിട്ടാണ് ഞാൻ അഭിമുഖീകരിക്കും. ഞാൻ ശരിക്കും പേടിച്ചു പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഹോണ്ട് ചെയ്യുന്ന വെച്ചാൽ മെയിൻ പ്രശ്നം ഫ്രോസ്റ്റ് ബൈറ്റ് വരും, കാലും എന്തെങ്കിലും ഇഷ്യൂ വെച്ചാൽ ഇനി നടക്കണേ, നമുക്കിതുകൊണ്ട് അവസാനിച്ചില്ല, നമ്മൾ അടുത്തത് ഇനി ഇതിനേറ്റവും വലിയ ആൾട്ടിറ്റ്യൂഡിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു കഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഡിസെൻഡ് ചെയ്ത് ഞങ്ങൾ ഏകദേശം ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് തിലോച്ച ബേസ് ക്യാമ്പിലേക്ക് തന്നെ എത്തിച്ചേർന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടി, എന്നാലും ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞങ്ങൾ തിരിച്ചവിടെ എത്തി. ഞങ്ങൾ അന്ന് തന്നെ തിരിച്ച് യാത്രയിലേക്ക് പോയില്ല, അത് നല്ല അതിശക്തമായിട്ടുള്ള സ്നോഫോൾ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ റെസ്റ്റ് എടുത്തു. അതിനുശേഷം നമ്മളിനി കാലത്ത് എനിറ്റു അപ്പോഴേക്കും സ്നോഫോൾ നന്നായിട്ട് കുറഞ്ഞു, ആകാശമൊക്കെ ഒന്ന് തെളിഞ്ഞു, സെറ്റപ്പായി. അപ്പോൾ ഞങ്ങൾ ഇന്ന് നമ്മൾ തിലോച്ച ബേസ് ക്യാമ്പിൽ നിന്ന് യാക്കർഗയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ ആദ്യം വന്ന റൂട്ടിൽ നിന്ന് നമ്മൾ ശ്രീഗർഗയിൽ നിന്ന് നേരിട്ട് തിലോച്ച ബേസ് ക്യാമ്പിൽ വന്ന അതേ റൂട്ടിൽ കൂടെ വേണം തിരിച്ചു പോകാൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ടെൻഷൻ നമുക്ക് കൂടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാൻഡ് സ്ലൈഡ് ഉള്ള വഴിക്ക് തന്നെ പോകണം. അത് കുറച്ച് പേടിപ്പിക്കുന്ന വെച്ചാൽ ആ വഴിയിൽ നമുക്ക് ആദ്യം എനിക്ക് ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നടന്നപ്പോൾ എനിക്ക് കുഴപ്പമില്ല. പിന്നെ എനിക്ക് ആ ലാൻഡ് സ്ലൈഡിൻ്റെ ഏരിയ എത്തിയപ്പോൾ എനിക്ക് കുറച്ചും കൂടിയും ഒരു ടെൻഷൻ വന്നു വെച്ച് കഴിഞ്ഞാൽ ഇനിയും വല്ല ഇഷ്യൂ എന്ന് വെച്ചാൽ ആ സ്നോഫോൾ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം തലേദിവസം വന്ന സമയത്ത് അധികം സ്നോഫോളിൻ്റെ പ്രശ്നം ഇവിടെ വന്നപ്പോഴല്ലേ കണ്ടുള്ളൂ. ഇപ്പം ഞാൻ സ്നോഫോൾ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് പേടി മോളിൽ നിന്ന് വല്ല മഞ്ഞിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ പാറയുടെ കഷ്ണം വന്ന് എൻ്റെ മേത്ത് വന്ന് തട്ടു, മോളിൽ നിന്ന് ഇത്രയും ടോപ്പിൽ നിന്ന് വന്ന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മ്യൂൾസ് ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ നടത്തം കാലത്ത് ഞങ്ങളൊരു 7 മണിക്ക് നടത്താൻ ആരംഭിച്ചു. ഞങ്ങൾ പതുക്കെ തിലോച്ച ബേസ് ക്യാമ്പും വിട്ട്. പക്ഷേ എന്നെ എക്സൈറ്റിംഗ് ആക്കിയത് ഈ തിലോച്ച ലേക്ക് തന്നെയാണ് കേട്ടോ, അത് അതിമനോഹരമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കാലത്ത് ഞങ്ങൾ യാത്ര തുടങ്ങി. അപ്പോൾ ഈ നമ്മൾ നേരത്തെ തന്ന ലാൻഡ് സ്ലൈഡ് ഏരിയയാണ് ആദ്യത്തെ കടമ്പ നമുക്ക് കടക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നേറ്റും സ്നോ ഉണ്ടായിരുന്നേറ്റും കുറച്ചും കൂടി കൂടുതലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഞാൻ വീണ്ടും ക്രാംബോൺസ് ഇട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രിപ്പ് കുറച്ചും കൂടി കിട്ടാൻ. അവിടുന്ന് വരുമ്പോൾ ഞാൻ ക്രാംബോൺസ് ഇട്ടിരുന്നില്ല ഗ്രിപ്പ് കിട്ടാൻ. അപ്പോൾ ഇവിടുന്ന് ഞാൻ ക്രാംബോൺസും ഗേറ്റേഴ്സും ഉപയോഗിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്നോട് പറഞ്ഞു 1 ഇട്ടാമെന്ന് നമ്മുടെ കമ്പനിയുടെ ആൾ പറഞ്ഞെങ്കിൽ ഞാൻ 2 ഇട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഐസ് ഉണ്ടാവുമെന്ന് എനിക്കൊരു ഡൗട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകുന്ന വഴിയിൽ ഫുള്ള് സ്നോ കണ്ടു. ഇന്നലെ വന്നേറ്റ് കൂടുതലായിട്ട് തോന്നിയപ്പോൾ ഞാൻ 2 ഇട്ടു കേട്ടോ. കാൽമിട്ടതിന് ശേഷം ഞാൻ നടത്താൻ ആരംഭിച്ചു. ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി. പിന്നെ നമ്മൾ എത്തുന്നത് ഫസ്റ്റ് ആ പോയിന്റിൽ തന്നെ ഫുള്ള് ഡ്രൈ മൗണ്ടൻസ് ആണ്. ഈ സ്നോഫോളിൻ്റെ ഏരിയ കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു പാർട്ട് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ എന്താ പറയുക ഡ്രൈ ആയിട്ടുള്ള മൗണ്ടൻസും പക്ഷെ നല്ല ബ്യൂട്ടി ആട്ടോ. നമ്മൾ പിന്നെ എത്തുന്നത് ശ്രീഗർഗയുടെ ഭാഗത്തേക്കാണ്, നമ്മൾ ആദ്യം വന്ന സ്ഥലത്തേക്ക്. അവിടുന്ന് നമ്മൾ ശ്രീഗർഗയിലേക്ക് നമ്മൾ അവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ യാക്കർഗയിലേക്ക് പോകുന്നത്. റൈറ്റിലേക്ക് നമ്മൾ ഗാൻസാഗറിൻ്റെ ആ റൂട്ടാണ്. അപ്പോൾ നമ്മൾ ആ റൂട്ടിൽ കൂടെ ഞങ്ങൾ നേരെ തിരിഞ്ഞ് ഞങ്ങൾ യാക്കർഗയിലേക്ക് ആരംഭിക്കുകയാണ്. അപ്പോൾ യാക്കർഗയിലേക്ക് നടന്ന് പോകുമ്പോൾ നമുക്ക് മെയിനായിട്ടെന്ന് വെച്ചാൽ ഇനിയും കുത്തനെ കയറ്റാണ്. കുത്തനെ കയറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നാൾ എനിക്ക് നമ്മൾ ഇത്ര നാൾ ഇത്രയും ദിവസം നമ്മൾ ട്രക്കിങ് ചെയ്തതിൻ്റെയൊക്കെ കുറച്ച് താഴ്ച, കുറച്ച് പരന്ന പ്രദേശം, കുറച്ച് കുത്തനെ കയറ്റൊക്കെ ആയിരുന്നു. പക്ഷേ യാക്കർഗ മുഴുവൻ എനിക്ക് സ്റ്റീപ്പായിരുന്നു, ഫുള്ള് കുത്തനെ കയറ്റാണ്.